പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരണത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. ഈ ലോകത്തോടുള്ള അവൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരോടുള്ള സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ എല്ലാ കാലത്തേക്കുമുള്ള വലിയ പരാതിയാണിത്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് മാത്രമാണതല്ലാതെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അങ്ങനെ കർത്താവിൽ മാത്രം വിശ്വസിച്ച് അവനിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ ജീവിച്ച ഒരാളെ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സ്തെഫാനോസിനെയാണ്, ആദ്യത്തെ രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കും. അവനെക്കുറിച്ച് വചനം പറയണത് കേൾക്കണം. നമ്മളിങ്ങനെ വല്ലാതെ അസൂയപ്പെടുത്തുന്ന കാര്യമാണ്. ശരിക്കും ഈ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് എനിക്ക് അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന് കേട്ട നാൾ മുതൽ ആഗ്രഹിക്കുന്നത്. വചനം പറയണ കാര്യം ഇതാണ്: കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും അവൻ ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതല്ല നമുക്കതിനകത്തെ കാര്യം. നേരെ മറിച്ച് അടുത്തൊരു വചനമുണ്ട്: എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തൊരു സന്തോഷമുള്ള കാര്യമോ! അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന സ്വർഗത്തിൻ്റെ ജ്ഞാനത്തോട് ആത്മാവിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കർത്താവെ, ഇതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ അടുത്ത് വരണത് ഇതിനു വേണ്ടിയിട്ടാണ്. വാ തുറക്കുമ്പോൾ ഞങ്ങൾക്ക് വചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പുരോഹിതൻ തൻ്റെ അധരങ്ങളിൽ ജ്ഞാനം കാത്തു സൂക്ഷിക്കണം. അവൻ്റെ അടുത്ത് ചെന്ന് ജ്ഞാനത്തിന് വേണ്ടി യാചിക്കുക. ഒരുപാട് വചനങ്ങൾ അങ്ങനെയുണ്ട്. നമ്മൾ പക്ഷെ ചെല്ലുന്നത് മുഴുവൻ ചെറിയ ചെറിയ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഈശോയുടെ പ്രയാസം. അവിടെ നിന്ന് അയച്ചവനിൽ വിശ്വസിക്കാനും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുക്കാനും എൻ്റെ ഉള്ളിൽ ഈശോയെ അവിടുത്തെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ, അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ പരിപൂരിതരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. സ്തെഫാനോസിനെ കണക്കിങ്ങനെ കർത്താവിനെ സാക്ഷ്യം കൊടുക്കാനായിട്ട് അവനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ലെന്നാണ് പറയണത്. കർത്താവിനെ പറയുന്ന അവൻ്റെ വാക്കുകൾക്കെതിരായിട്ട് ഇവർ സംസാരിക്കുമ്പോൾ സ്തെഫാനോസിൽ നിറഞ്ഞിരുന്ന ദൈവിക ജ്ഞാനത്തോടും ദൈവത്തിൻ്റെ ആത്മാവിനോടും എതിർത്ത് നിൽക്കാനായി അവർക്ക് ആർക്കും സാധിക്കുന്നില്ല. അവസാനമായിട്ട് സ്തെഫാനോസിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്: സംഘത്തിലുണ്ടായിരുന്നവർ അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി, അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണപ്പെട്ടു. അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കാണും. കർത്താവിനെ കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്തിൻ്റെ പ്രകാശം, കർത്താവിനെ കണ്ട മനുഷ്യൻ്റെ പ്രകാശം, മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ ഇസ്രായേൽക്കാർക്ക് അവൻ്റെ മുഖത്തിൽ വെളിപ്പെട്ട് കിട്ടിയ സ്വർഗത്തിൻ്റെ അഭൗമമായ പ്രകാശം, അതൊന്നും നിറഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മുഖം തെളിഞ്ഞിങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിനെ വിളിച്ചു പറയുന്ന ആ തമ്പുരാൻ്റെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വെട്ടം എൻ്റെ മുഖത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. പ്രതിവചന സങ്കീർത്തനം നമ്മളോട് പറയുന്നുണ്ട്: അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് കർത്താവിനെ അന്വേഷിക്കുന്ന വഴിയിൽ നമ്മൾ ഈ പറയണ പോലെ മോശം പ്രവർത്തികൾ ചെയ്യുന്നവരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ഓരോ വഴിയും, ഈശോയ്ക്ക് പകരമായിട്ട് അന്വേഷിക്കുന്ന ഓരോ വഴിയും ഇങ്ങനെ പങ്കിലമായിട്ടുള്ള ഒരു വഴിയാണ്. അതായത് ശരിയല്ലാത്ത വഴിയാണ്. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ മാർഗങ്ങൾ നേർവഴിയാണ്. ആ അപങ്കിലമായിട്ടുള്ള വഴിയിലൂടെ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ മുഖം ഇങ്ങനെ ദൈവദൂതൻ്റെ മുഖം കണക്ക് പ്രകാശിക്കും. അവരുടെ വാക്കുകളിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയും. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവരുടെ ഓരോ വാക്കുകളിലും നിറഞ്ഞു നിൽക്കും. അതിനോട് എതിർത്ത് നിൽക്കാൻ ഈ ലോകത്തിൽ ഒരാൾക്കും സാധിക്കുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും നാവുകളിൽ നിന്നും ഉയരുന്ന വചനങ്ങളെ ഖണ്ഡിക്കാൻ ഈ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. കർത്താവെ, അങ്ങനെ അങ്ങയാൽ നിറഞ്ഞ് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, അങ്ങയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നൊരു ഹൃദയം, അങ്ങയുടെ നാമം പറയുന്നൊരു നാവ്, അങ്ങയെ കാണിച്ചു കൊടുക്കുന്ന മുഖഭാവം ഞങ്ങൾക്കും സ്വന്തമായി തരണേ എന്ന് പ്രാർത്ഥിക്കുക. വേറൊന്നിനും വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ പോകേണ്ട. ഈശോ തന്നേക്കും. എല്ലാം ഈശോയ്ക്ക് അറിയാം എൻ്റെ ജീവിതത്തിന് എന്താ വേണ്ടതെന്ന്. ഈശോ തന്നോളും. പക്ഷേ
നമ്മളിങ്ങനെ ചോദിച്ച് വാങ്ങിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ആത്മാവിനെത്താ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണമെന്നേ, ഞങ്ങൾക്ക് ആത്മാവിനെത്താ, അവിടുത്തെ ജ്ഞാനെന്താ, കർത്താവെ അങ്ങയെ കാണാനുള്ള കൃപത, അങ്ങയെ പറയുന്നവരുടെ ഇങ്ങനെ വലിയ പ്രകാശം എന്താ, അങ്ങയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് കിട്ടുന്ന സ്വർഗത്തിൻ്റെ തെളിച്ചം, വലിയ ദൈവദൂതന്മാരുടെ കണക്കുള്ള മുഖഭാവം, അഭംഗിലമായ മാർഗത്തിലൂടെ ചരിക്കാനുള്ള കൃപ താ. ഇതൊക്കെയൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ബാക്കിയുള്ളതൊക്കെ മാറ്റിവെക്കുക. ബാക്കിയുള്ള ചോദ്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അതൊക്കെ നടന്നോളും. തമ്പുരാനെ, നിന്നെ പറയാൻ, നിന്നെ ദർശിക്കാൻ, നിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായി ജീവിക്കാൻ, നിന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന മനുഷ്യരായി മാറാൻ, നിന്റെ വഴിയിലൂടെ ചലിക്കുന്നവരായി ജീവിക്കാൻ ആശീർവദിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങയെ പറയുമ്പോൾ എതിർത്ത് നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ എൻ്റെ വാക്കുകളിൽ ദൈവിക ജ്ഞാനവും എൻ്റെ അധരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നൽകി ആശീർവദിക്കണമേ എന്ന്. അങ്ങയെ പറയുന്ന എൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ജ്വലിക്കണമേ എന്ന്. അതിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള തെളിച്ചവും പ്രകാശവും കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വെട്ടം നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.